ഉയരുന്നത് വെള്ളപ്പുകയോ കട്ടപ്പുകയോ? അല്പം സമയം മുമ്പ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഇന്ന് വെള്ളപ്പുക ഉയരും. വളരെയേറെ ശുഭാപ്തി വിശ്വാസത്തോടെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു. ഇത് കണ്ട ജനങ്ങൾക്ക് പറയുവാനുള്ളത്, KPCC അധ്യക്ഷനോട് പറയുവാനുള്ളത്, വെള്ളപ്പുക ഉയർന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഇവിടെ കട്ടപ്പുക ജനങ്ങൾ ഉയർത്തും എന്ന്. കാരണം അത്രത്തോളം അവർ ഋണഹൃദയരാണ്. വളരെയേറെ പ്രതീക്ഷയോടെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അവർ വിജയിപ്പിച്ചു. 8 ദിവസം പിന്നിട്ടിട്ടും ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിനൊരു ഉത്തരം നൽകുവാൻ അവർക്ക് പറ്റുന്നില്ല. ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുവാൻ സാധിക്കും, ഒരു അരമണിക്കൂറോടെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി മന്ത്രിമാരെയും കൂടി ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ PC വിഷ്ണുനാഥിനെ ആരും മറന്നിരിക്കുവാനിടയില്ല. 5 മിനിറ്റ് പോയി, അരമണിക്കൂർ പോയി, 8 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആരാണ് എന്ന ഒരു ക്ലൂ പോലും ആർക്കും പറയുവാൻ സാധിക്കുന്നില്ല. നേതൃത്വത്തിൻ്റെ ശേഷി കുറവാണോ, അതോ സംസ്ഥാന ഘടകത്തിൻ്റെ ശേഷിയില്ലായ്മയാണോ, അതോ ജനങ്ങളുടെ പരാജയമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം ഒരു സങ്കീർണാവസ്ഥ ഒരു സംസ്ഥാനത്തുണ്ടായാൽ അതിനെ ഫലപ്രദമായി ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പരിഹരിക്കുവാൻ ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന് പറ്റണം. എന്നാൽ ഇവിടെ യാതൊരു കമാൻഡും ഇല്ല എന്ന് മാത്രമല്ല, ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് പോലും ഇല്ല എന്ന കാര്യം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുകയാണ്. ഇതുകൊണ്ടാണ് കോൺഗ്രസിനെ അധികാരത്തിൽ ഏറ്റരുത് എന്ന് BJPയും LDFും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന അവരുടെ ആ നറേറ്റീവിന് അപ്രകാരം ഒരു സംസാരത്തിന് അതിൽ കാര്യമുണ്ട് എന്ന് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഒരു ഡിസിഷൻ ഈ വിഷയത്തിൽ ഉണ്ടായില്ല എങ്കിൽ അതുണ്ടാക്കുന്ന ഡാമേജ് ചെറുതൊന്നുമായിരിക്കില്ല. മാധ്യമങ്ങൾ കഴിഞ്ഞ 8 ദിവസം പരമാവധി ഈ മാഫിയ പ്രസ്ഥാനത്തിനു വേണ്ടിയും VD സതീശനു വേണ്ടിയും ആഹാരാർത്ഥം പാടുപെട്ടു. എന്നാൽ അവസാന നിമിഷത്തോടടുക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിൽ മാറ്റമില്ല. ഇവരുടെ ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുടെ ഈ ഓർഗനൈസ്ഡ് പ്രവർത്തനത്തിൽ, അതല്ലെങ്കിൽ ഈ മാഫിയ സംഘടനകളുടെ ഇൻഫ്ലുവൻസിലൊന്നും ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ മാറ്റിമറിക്കുവാൻ സാധിച്ചിട്ടില്ല. തുടക്കം മുതൽ തന്നെ KC എന്ന ഒരു സാധ്യതയിലാണ് അവർ നിൽക്കുന്നത്. അത് ഹൈക്കമാൻഡായിട്ട് ഉണ്ടാക്കിയതല്ല. കോൺഗ്രസിലെ ഒരു നടപ്പ് രീതി അനുസരിച്ച് പാർലമെന്ററി കാര്യ മീറ്റിംഗ് കൂടി നിയുക്ത MLAമാർ അവരുടെ പാർലമെന്ററി കാര്യ നേതാവ് ആരാകണം എന്നവർ തീരുമാനിച്ചു. അത് കേന്ദ്ര നിരീക്ഷകർ ആ വിവരം കേന്ദ്രത്തെ അറിയിച്ചു. ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തു, മറ്റുള്ള മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തു, മുൻ KPCC അധ്യക്ഷന്മാരുമായും എല്ലാം അവരിപ്പോൾ ചർച്ച ചെയ്ത് വളരെ വിശാലമായ ഒരു ചർച്ച നടത്തി ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ ഇപ്പോൾ മറ്റൊരു വാദവും നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഈ VD സതീശനെയും ഈ മാഫിയകളെയും ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി, യുവമാർ ഓടിയാലും എത്രത്തോളം പോകും എന്ന് മനസ്സിലാക്കിക്കുവാൻ വേണ്ടി, യുവമാരെ പരമാവധി യുവമാർക്കിട്ട് പണി കൊടുക്കുവാൻ വേണ്ടി ഈ വിഷയം യുവമാർ എസ്കോസ്റ്റ് ആകുന്നതുവരെ കയ്യിലുള്ള പണം പരമാവധി ചെലവഴിച്ച് PR-ന് വേണ്ടിയും ഇത്തരത്തിലുള്ള പണികൾക്ക് വേണ്ടിയും കോടികൾ ഇവരെ കൊണ്ട് ചെലവഴിപ്പിച്ചിട്ട് അവസാനം ഒരു ചിമിട്ടൻ പണി കൊടുക്കാൻ വേണ്ടിയാണെന്നൊരു വാദവും കേൾക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയാണേലും ഇത് മലന്ന് കിടന്ന് തുപ്പുന്നത് പോലാണെന്ന് എല്ലാവരും ഓർക്കണം. ആത്യന്തികമായി ഇതിൻ്റെ ഡാമേജ് ഉണ്ടാകുന്നത് ഏതൊരു വ്യക്തിക്ക് മാത്രമല്ല, സതീശന് മാത്രമല്ല, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരമുഖികളായവർക്ക് മാത്രമല്ല. ആത്യന്തികമായി ഇത് കോൺഗ്രസിനെയും UDF എന്ന ഒരു മുന്നണി സംവിധാനത്തെയും കാര്യമായി ബാധിക്കുന്ന കാര്യമാണ്. ജനങ്ങളുടെ മനസ്സിൽ ആദ്യമുള്ള ഒരു ഇംപ്രഷൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് എത്രയും വേഗം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയും ക്യാബിനറ്റ് മന്ത്രിമാരെ എത്രയും വേഗം ഇതുപോലെ ആ മന്ത്രിമാരുടെ തീരുമാന കാര്യത്തിലും ഇതുപോലെ കടിപിടിയും അടിപിടിയുമാണ് എങ്കിൽ പിന്നെ
തിരിഞ്ഞു നോക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ജനങ്ങൾ നിങ്ങളെ കൈവിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.